എന്തിനു വേണ്ടിയാണ് അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ തന്നത്? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്തിനു വേണ്ടിയാണ് അല്ലാഹു നിങ്ങൾക്ക് കുടുംബജീവിതം നൽകുന്നത്? നിങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത് ലിതസ്കുനൂ ഇലൈഹാ. ഒന്ന് ശരിയാക്കി പ്ലീസ്. മിൻഹാജ് ഫൈസിനോട് ഞാൻ ആകെ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ മൈക്ക് നന്നാക്കണം. ഫെബ്രുവരി 28 ദിവസമാണ് ഉള്ളത് എന്ന് വിചാരിച്ചിട്ട് പ്രാവശ്യം 28 ഡേറ്റും നേരത്തെ ഒരു 2-3 മാസം മുമ്പ് കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ ഇന്നലെ മിനിയാന്ന് ഒരാൾ വിളിച്ചു, ഉസ്താദ് നമുക്ക് ഇണകളെ തന്നത്. ഒരു വിശാലമായ സബ്ജക്റ്റാണ്. കുടുംബജീവിതത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വിശദീകരിച്ച് വിശാലാർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കും. നമ്മുടെ എല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹരിക്കണം. അതിനുള്ള നല്ല നിയത്തോടു കൂടി തന്നെ എല്ലാവരും ഇരുന്നോ ഇൻഷാ അല്ലാഹ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. മൈക്ക് മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി പറയാം, എപ്പോഴും നടത്തുന്ന ആ പ്രാർത്ഥനയുടെ അർത്ഥം പോലും അതാണ്, അൽ മർഅത്തു സ്വാലിഹ. അപ്പൊ രണ്ടാമത്തെ വചനം റബ്ബനാ അതിനാ ഫി ദുനിയാ ഹസന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ധാരിക്കണത്? പഠിച്ചോനെ, സമാധാനമുള്ളൊരു ഈമാനുള്ളൊരു പെണ്ണിനെ തരണേ, അല്ലെങ്കിൽ ഉള്ള പെണ്ണിനെ സ്വാലിഹത്താക്കണേ, എന്നെങ്കിലും നമ്മുടെ ജീവിതം എന്ത് ചെയ്യും? ബറക്കത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ കുറഞ്ഞ ജീവിതമുള്ളത് അങ്ങനെ തല്ലുകൂടിയിട്ടൊന്നും പ്രശ്നം. ഭർത്താവ് എന്ത് ചെയ്തു കൊടുത്താലും അംഗീകരിക്കാല. അപ്പുറത്തെ ഉയ്യാപ്പിന്റെ ഗുണം മാത്രമാണ് വൈഫ് പറയുന്നത്. ഹസ്ബൻഡ് എന്ത് നന്മ ചെയ്തു കൊടുത്താലും അതൊന്നും കണ്ണിൽ കാണാതെ തെറ്റു മാത്രം പറയുന്ന ഒരു സ്വഭാവമുള്ള പെണ്ണാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വളരെ അബദ്ധമാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ അർത്ഥം പോലും മഹാന്മാര് പഠിപ്പിക്കുന്നത് അൽ മർഅത്തു സ്വാലിഹ. ഒരു മനുഷ്യന്റെ ജീവിതം വിജയിക്കാൻ ഏറ്റവും പ്രധാനമതാണ്. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അതിന്റെ പരിഹാരങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ വചനം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാരാവേണ്ടത്? ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഹുന്ന ലിബാസുൽ ലക്കും, പരിശുദ്ധരായ പരിശ്രേഷ്ഠരായ മഹത്തുക്കളായ തിരുശരീരിക്കുകയാണ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഒരു ഭാര്യയും ഭർത്താവും ജീവിതത്തിലാവേണ്ടത് പരസ്പരം വസ്ത്രം പോലെയാണ്. ഹുന്ന ലിബാസുൽ ലഹുന്ന, നിങ്ങളോ അവരുടെയും വസ്ത്രമാണ്. നിങ്ങൾ പരസ്പരം വസ്ത്രം പോലെയാണ്. വസ്ത്രം, ആ എക്സാമ്പിളാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത്രയും അടുത്ത് നിൽക്കേണ്ടവരാണ്, മറല്ലാതെ മാനസിക ശാരീരികമായി ഏറ്റവും ക്ലോസ് ആയി നിൽക്കേണ്ട ആളുകളാണ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഏറ്റവും ക്ലോസ്, നമ്മുടെ ശരീരമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വസ്ത്രമാണ്. ആ എക്സാമ്പിൾ ആണ് പരിശുദ്ധ ഖുർആൻ പോലും പറയുന്നത്, പരസ്പരം ഏറ്റവും ക്ലോസ് ആയി നിൽക്കേണ്ടവരാണ്. ഞാൻ 2 മണിക്കൂർ ഒച്ചപ്പാടുണ്ടാക്കി ഇവിടുന്ന് പോകൂലേ? അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ പണ്ട് ഞാൻ കുറെ വേഗം പറഞ്ഞ് നടന്നതാണ്. 1.5 മണിക്കൂർ ഒരായത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ്, പിന്നെ നാട്ടിൽ ഒളിച്ചോടിയ സകല കഥയും. എന്തിനാ അത് പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് പോയതുകൊണ്ട് നിങ്ങളെ സമയമാണ് വേസ്റ്റ് ആകുന്നത്. ആയത്തും ഹദീസും ഒക്കെ പഠിക്കണം എന്ന നിയത്തോടു കൂടി ഇരിക്കാം. ഒരു 10 ഹദീസുകൾ പഠിക്കണം നമുക്ക്.
അതുപോലെ 5 ആയത്തുകൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ചില മൊമെന്റുകൾ, സംഭവങ്ങളും നമുക്ക് പഠിക്കണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് പിരിയും. ഒരായത്തും പിന്നെ ഒച്ചപ്പാടുണ്ടാക്കി ഇങ്ങനെ പോകാൻ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല, വേസ്റ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നാട്ടിൽ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളുടെ തിന്മകൾ ഇങ്ങനെ പറയാം, എന്ത് കാര്യമുള്ളത്? മുഅ്മിനീങ്ങളായ ആളുകളിലുള്ള ഹലലുകൾ, അവരുടെ പോരായ്മകൾ, ബുദ്ധിമുട്ടുകൾ, ന്യൂനതകൾ, അത് ഉദ്ബോധനം എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും, പറയാം. പക്ഷെ അതെന്നെ പറയാം, ഒളിച്ചോട്ട കഥ, മോശപ്പെട്ട കഥകൾ മാത്രം. അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് മുഅ്മിനീങ്ങൾക്ക് പോസിറ്റീവ് അല്ല ഉണ്ടാക്കുന്നത് എന്നാണ്. ഇങ്ങനെ വിളമ്പുന്നത് അള്ളാഹ്ക്ക് അത് വരുത്തല്ല എന്നാണ്. ഫാഹിഷത്തല്ല, പോസിറ്റീവായ കാര്യം. തെറ്റൊക്കെ മനുഷ്യന്മാർക്ക് ആർക്കും പറ്റിപ്പോകും. അത് ഉസ്താദ്, തങ്ങള്, നാട്ടുകാര്, കമ്മിറ്റിക്കാരൻ, സാധാരണക്കാരൻ, ചെറുപ്പക്കാരനൊന്നും ഇല്ല അല്ലെ. ചെറുപ്പക്കാരെ മൊത്തം ഇസ്ലാം നൗട്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ മൊത്തം നരകത്തിലേക്ക് പറഞ്ഞേക്കുക, എല്ലാ പെണ്ണും നരകത്തിലേക്ക്. ഇതൊന്നുമല്ല പരിശുദ്ധമായ ദീനിന്റെ ശൈലി. തെറ്റി പറയുന്ന ആളുകൾ, മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ മനസ്സിലാക്കിയത് പറയാനുള്ള യോഗ്യത ഉണ്ടോ? ആയ കാലത്ത് ചെയ്തുകൂടാ, ഇപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി അല്ലെ. എല്ലാവരും നരകത്തേക്ക് വണ്ടി കയറ്റുമ്പോൾ ചിന്തിക്കാം, ഒറ്റയ്ക്കുള്ള സമയത്ത് എത്രത്തോളം അള്ളാനെ പേടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മനുഷ്യനെ നമുക്ക് കുറ്റപ്പെടുത്താൻ തോന്നില്ല. സദുപദേശം, സദുപദേശം, അതാണ് ദീന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നസീഹയാണ് ഇവിടെ നടക്കുന്നത്, സദുപദേശം. അപ്പൊ അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിൽ അല്ലെ. ദീന് കൂടിയതാണ്, കുറഞ്ഞതല്ലേ, തെറ്റിദ്ധരിക്കേണ്ട. സുന്നത്തുകളും കർമ്മങ്ങളും വിക്റുകളും സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ കൂടിയിട്ടേ ഉള്ളൂ കാലം. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ചെല്ലുന്നതിന്റെ ഡബിൾ വിക്റാ ഇപ്പൊ ചെല്ലുന്നത്. രാവിലെ ചെല്ലുന്നു, രാത്രി ചെല്ലുന്നു. ഇതെല്ലാം അള്ളാഹ് സ്വീകരിക്കണം. എന്ത് ചെയ്യണം? നിർബന്ധമായ ചില സംഗതികളുണ്ട് കുടുംബത്തിൽ. അത് പാലിച്ചാലേ വിക്ർ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. രാവിലെയും ചൊല്ലും, രാത്രിയും ചൊല്ലും. കെട്ടിയവനോടൊന്നും ദേഷ്യത്തിൽ, ഭർത്താവിനോടൊന്നും മോശം പെരുമാറ്റാണെങ്കിൽ ഈ ദിക്ർ ചൊല്ലുന്നത് ആര് സ്വീകരിക്കാനാണ്? അള്ളാഹു അത് സ്വീകരിക്കൂല. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവസാന കാലാകുമ്പോൾ ചില കൂട്ടർ വരും, അവര് വഞ്ചനയിൽ അകപ്പെട്ടു പോകും. ഗുറൂർ എന്നാണ് മഹാനവിടെ പ്രയോഗിച്ച വാക്ക്. വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഗുറൂർ പല കോലത്തിൽ പണ്ഡിതന്മാരിലുള്ള ഗുറൂറുണ്ട്. സാധാരണക്കാരിൽ, സ്ത്രീകളിൽ, കുട്ടികളിൽ, വലിയാക്കളിൽ, അതുപോലെ ആലിമീങ്ങളിൽ, അമറാക്കളിൽ, പലതരത്തിലും മനുഷ്യന്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളിൽ നടക്കുന്ന ഗുറൂറുകളെ സംബന്ധിച്ച്